എന്നെക്കുറിച്ചൊരു സമ്പൂർണ്ണ വിജയമൊന്നും പറയാൻ പറ്റില്ലല്ലോ, കാരണം ഒരുപാട് പാളിച്ചകളുണ്ടായി. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് എപ്പോഴും. അത് ഞാൻ എന്ത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ രംഗത്തൊക്കെ പ്രവർത്തിക്കാൻ വെച്ചോ, പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിന് പല കാരണങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ അത് എൻ്റെ പ്രതിഭയുടെ കുറവാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ സമ്മതിക്കുന്നു, അത് ആയിരിക്കാം. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എഴുതിയ നോവലുകളിൽ ഇപ്പോഴും ആളുകൾ ചിലപ്പോൾ യാദൃച്ഛികമായിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു നോവൽ വായിച്ചു, അതിന് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വിളിക്കുന്നവരുണ്ട്. അതിൻ്റെ അർത്ഥം പ്രസക്തിയുള്ള കൃതികൾ ഉണ്ട് എന്ന് തന്നെയാണ്. ഒരുപക്ഷെ അതൊക്കെ കാലത്തിലേക്ക് വിടുന്നു, എങ്ങനെ വരുമെന്നുള്ളത്. സിനിമകളിൽ ഇത് ചെയ്ത ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തു, അത് ചെയ്യാൻ പാടില്ലാത്ത വിട്ടുവീഴ്ചകൾ ചെയ്തു. ഏറ്റവും പ്രകടമായി വിട്ടുവീഴ്ച ചെയ്തത് മയൂര നൃത്തത്തിലായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, അതിന് മുമ്പ് ഞാൻ NFDCക്ക് കൊടുത്ത 2 സ്ക്രിപ്റ്റുകൾ അപ്രൂവ് ചെയ്തു. പക്ഷേ ഫൈനാൻസ് കമ്മിറ്റി അത് ഫൈനാൻസ് അപ്രൂവ് ചെയ്തില്ല. അങ്ങനെ വന്നപ്പോൾ ഇനി എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം, കമേഴ്സ്യൽ സിനിമ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതായിരുന്നു. പക്ഷേ അതിനൊരുപാട് പരിമിതികളുണ്ടായി. ഇടയ്ക്ക് വെച്ച് അത് നിർത്തിപ്പോകണം എന്ന് ഞാൻ വിചാരിച്ചതാണ്. അങ്ങനെ വരുമ്പം അതൊരു പേരുദോഷമാവും, കാരണം ഒരു സിനിമ പൂർത്തിയാക്കാൻ കഴിയാത്ത ആളെന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയത്. വാസ്തവത്തിൽ ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഒന്നായിരുന്നു അത്. എങ്കിലും എനിക്ക് കൗതുകം തോന്നുന്നത്, യൂട്യൂബിലൊക്കെ ആ പടം കിടപ്പുണ്ട്. ആ സിനിമയുടെ താഴെ വന്നിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ എൻ്റെ മകളൊരിക്കൽ പറഞ്ഞു, അത് ആരെങ്കിലുമൊക്കെ ചീത്ത വിളിക്കുമെന്ന് കരുതി ഞാൻ വായിക്കാതെ നോക്കി. പക്ഷെ താഴോട്ട് പോയപ്പം നന്നായിട്ടൊക്കെ ധാരാളം പേര് എഴുതിയിരിക്കുന്നു പറഞ്ഞു. അപ്പം അതൊരു അത്ഭുതമായിരുന്നു എനിക്ക്, കാരണം ഞാൻ തന്നെ മതിപ്പ് കൊടുക്കാത്ത ഒരു ചിത്രമാണ്. ബാക്കിയുള്ളതിൽ തീർച്ചയായിട്ടും നിധിയുടെ കഥയ്ക്ക് അതിൻ്റേതായ ഒരു പ്രാധാന്യം. ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ റിയലിസ്റ്റിക് അല്ലാത്ത ഒരു സംഭവം എടുക്കുന്നത്. ഒരു സർറിയലിസ്റ്റ് ഒരു കഥയാണത്, ഒരു സംഗതിയാണത്. അതിൽ ഒരുപാട് ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്ക് തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ അത് തരക്കേടില്ലാത്ത ഒരു സിനിമയാണ്. കുറച്ച് എന്നോട് ഞാൻ സത്യസന്ധത പുലർത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ദലമർമരങ്ങൾ എന്നുള്ള സിനിമ, അതും കുറച്ച് വിചാരിച്ചതിൻ്റെ അടുത്ത് എത്താൻ കഴിഞ്ഞ ഒരു സിനിമയാണ്, പൂർണ്ണമായും ഇല്ലെങ്കിലും. അപ്പോൾ അങ്ങനെയാണ് ആ രംഗത്തിൻ്റെ കാര്യം. പിന്നെ സീരിയൽ എന്ന് പറയുന്നത് ഇതേപോലെ സിനിമ നടക്കാതിരുന്നപ്പോൾ അങ്ങ് ചെയ്തതാണ്. എങ്കിലും കുറച്ച് കാലം അത് ചെയ്തു. അത് ചെയ്ത സമയത്തൊക്കെ അംഗീകാരങ്ങളും കിട്ടി. അവിടെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം വളരെ മതിപ്പോടെ തന്നെയാണ് കണ്ടിരുന്നത്. ഒരു വളരെ ഹ്രസ്വകാലമായിരുന്നു, പക്ഷേ ആ കാലത്ത് അതിൻ്റേതായൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പരാജയങ്ങളും കുറച്ച് വിജയങ്ങളും ഒക്കെയുള്ള ഒരു ജീവിതമെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, ഇഷ്ടപ്പെടാത്ത ഒരു പണി ചെയ്യാനല്ലല്ലോ ഞാൻ പോയത്. എനിക്ക് താല്പര്യമുള്ളതിലേക്ക് കടന്നു, താല്പര്യമുള്ളത് ചെയ്തു. അവിടെ വെല്ലുവിളികളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, എന്നിട്ടും ഇത്രയൊക്കെ ചെയ്തു എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ.